നമ്മുടെ നാട്ടിലെ ഒരുപാട് പ്രത്യേകതയാണ് മഴക്കാലം ആവുന്നതിന് 2 മാസം മുമ്പേ തകൃതിയായി റോഡ് പണി നടത്തും. എന്നിട്ട് ആ പണി തീർക്കില്ല. എന്നിട്ട് മഴക്കാലം ഉൾപ്പെടെ അതിങ്ങനെ നീട്ടിക്കൊണ്ടിരിക്കും. അതുമൂലം ഒരുപാട് പേര് അപകടങ്ങളിൽ പെടും. വെള്ളക്കെട്ടുണ്ടാവും, റോഡ് താന്നു പോകാൻ സാധ്യതയുണ്ട്, മറ്റു പല അപകടങ്ങളുണ്ടാകാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ നമ്മൾ കാണുന്നത് നാഷണൽ ഹൈവേയിലുള്ള ഒരു പണിയാണ്. അത് ചെറിയ പണിയല്ല, കോടികൾ വിലമതിക്കുന്ന ഒരു പണിയാണ്. ടൺ കണക്കിന് മണ്ണും പഴയ റോഡിൻ്റെ അവശിഷ്ടമാകുന്ന ടാറിൻ്റെ ഭാഗങ്ങളുമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതിനോടനുബന്ധിച്ച് തന്നെ ഒരുപാട് കമ്പികളും പുതിയൊരു കോൺക്രീറ്റ് നിർമ്മിതിക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന ഒരു അവസ്ഥയും, കുറച്ച് JCBയും ലോറിയും പ്രത്യേക എക്യുപ്മെൻറ്റ്സ് അടങ്ങുന്ന കുറേ ഘടകങ്ങൾ നമുക്ക് അവിടെ കാണാൻ കഴിയും. ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ റോഡ് പണി കഴിഞ്ഞിട്ട് വർഷങ്ങളായി. നാഷണൽ ഹൈവേസിൻ്റെ റോഡ് പണിയാണ്. പക്ഷേ ഇപ്പോഴാണ് ഫ്ലൈ ഓവറിൻ്റെയും മേൽപ്പാലത്തിൻ്റെയൊക്കെ ആവശ്യതയെക്കുറിച്ച് അവർക്ക് തോന്നിയത്. ഇതൊക്കെ ആദ്യത്തെ പ്രോജക്റ്റിൽ സാങ്ഷനായിട്ടുള്ള കാര്യമാണ്. പക്ഷേ അന്നത് ചെയ്തില്ല. ഇപ്പോൾ ജനങ്ങളെയെല്ലാം ബുദ്ധിമുട്ടിക്കത്തക്ക നിലയിൽ മഴക്കാലത്ത് ഈ പണി യുദ്ധകാലാടിസ്ഥാനത്തിൽ നടന്നുകൊണ്ടിരിക്കുക. അപ്പം മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കത്തക്ക നിലയിലാണ് ഈ റോഡ് പണി നടത്തിക്കൊണ്ടിരിക്കുന്നത്. മഴക്കാലത്തിന് മുമ്പ് തീർക്കോ അതുമില്ല. ഇനി മഴക്കാലത്തിന് ഉള്ള പ്രത്യേകത, ഇവിടെയൊക്കെ വെള്ളക്കെട്ട് വരും. ആ വെള്ളക്കെട്ടിനുള്ളിൽ കൊതുക്, മൂട്ട ഒക്കെ പെറ്റ് വരുവാനിടയെ തീരും. ജനങ്ങൾക്ക് അത് വളരെ ദുസ്സഹമാവും. പലയിടത്തിലുള്ള രോഗങ്ങൾ സൃഷ്ടിക്കാൻ അത് കാരണമായി തീരും. രാത്രിയിൽ ലക്കും ലഗാനുമില്ലാത്ത ഡ്രൈവർമാർ വന്നിട്ട് ഈ കുഴിയിലൊക്കെ വീഴും. ഹൈ സ്പീഡിൽ വരുന്ന ആളുകൾ, ഇത് മാത്രമല്ല നാഷണൽ ഹൈവേ ആണ്, ഹൈ സ്പീഡിൽ വരുന്ന ആളുകൾ ഇതിൽ വന്ന് തട്ടി അവർ മരിക്കാൻ സാധ്യതയുണ്ട്. കാരണം ഇവിടുത്തെ കമ്പികൾ തന്നെ കണ്ടു കഴിഞ്ഞാൽ അറിയാം, നല്ല ശക്തമായിട്ടുള്ള കമ്പികളാണ് ഇരിക്കുന്നത്. അവിടെ റിഫ്ലക്ടറും ഇല്ല. രാത്രിയിൽ സ്ട്രീറ്റ് ലൈറ്റൊന്നും ഇല്ലാത്തടത്ത് ഇതുപോലുള്ള റോഡുകൾ ക്രമീകരിച്ച് കഴിഞ്ഞാൽ എല്ലാവിധ അപകടങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നമ്മുടെ നാടിൻ്റെ വലിയൊരു ശാപമാണത്.